ഒരു കാര്യമുണ്ട് എനിക്ക് ലാലേട്ടൻ്റെ അടുത്ത് ചോദിക്കാൻ. ലാലേട്ടാ, അപ്പോൾ 18-ാം തീയതി കലോത്സവത്തിന് വരികയല്ലേ, എന്തായിരിക്കും ഡ്രസ് കോഡ്? കേട്ടില്ല. ലാലേട്ടൻ പറഞ്ഞില്ല കേട്ടോ, എങ്കിലും നമുക്കൊന്ന് ചോദിക്കാം. ലാലേട്ടാ, ഈ കലോത്സവത്തിന് വരുമ്പോഴേ ലാലേട്ടൻ ഡ്രസ് കോഡിനെ കുറിച്ച് ഒത്തിരി പേർക്ക് അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം ഞാൻ ചോദിക്കാൻ പോവാം. അപ്പം ലാലേട്ടൻ്റെ ഡ്രസ്സ് എന്തായിരിക്കും എന്നുള്ള അഭിപ്രായം ഞാൻ ആളുകളെടുത്ത് ചോദിച്ച് പറയാം. ഓക്കെ അല്ലേ? അപ്പം ആ ഡ്രസ് കോഡ് എന്താണെന്ന് തേടി നമ്മൾ പോവുകയാണ്. എന്ത് അതാണോ ഇഷ്ടം? അതാണോ വേണ്ട? മലയാളം തനി മലയാളം സ്റ്റൈൽ. ബിഗ് ബോസിൽ ഇടുന്ന പോലത്തെ കുപ്പായങ്ങൾ. ബിഗ് ബോസിൽ അടിപൊളിയാ, എന്ത് ഭംഗിയാ വരുന്ന കാണാൻ തന്നെ. മുണ്ടും ജുബയും ഷർട്ടും മുണ്ടും. ലാലേട്ടൻ അങ്ങനെ കാണാൻ ഇഷ്ടം. നോക്കോ, അങ്ങനെ പറയാൻ പറ്റില്ല, എന്താന്ന് പറയാ. ഷർട്ടും മുണ്ടും ലാലേട്ടൻ നല്ല മുണ്ടും ഷർട്ടും എടുത്തിട്ട് ഒരു തോളൊക്കെ ചിരിച്ച് എങ്ങനെ തോളൊക്കെ ചിരിച്ച് നല്ല കുട്ടപ്പനായിട്ട് വരണമെന്നാണ് ആഗ്രഹം. ലാലേട്ടാ, we are waiting. ജുബ്ബയായിരിക്കും, മുണ്ടായിരിക്കും, ജുബ്ബയായിരിക്കും. അതല്ല, ജുബ്ബ മുണ്ട്. കേരള തനിമ ജുബ്ബ മുണ്ട്. അപ്പൊ എങ്ങനെ വരണം? എങ്ങനെ ഒന്ന് നടന്നു കാണിച്ചേ. എങ്ങനെ ലാലേട്ടൻ എങ്ങനെയായിരുന്നു? ലാലേട്ടൻ എന്ത് വേഷത്തിൽ വരണമെന്ന സാറിന്റെ ആഗ്രഹം? അത് കേരള തനിമയുള്ള വസ്ത്രത്തോടുകൂടി വരുന്നത് ഏറ്റവും നല്ലത്. അതല്ലേ, അത് ജുബ്ബയും മുണ്ടും. ലാലേട്ടൻ ഏത് ഡ്രസ് ഇട്ടാലും ഭംഗിയല്ലേ? അതല്ലേ, അങ്ങനെ ഒരു ഇതൊന്നുമില്ല, ഏതിട്ടാലും ഭംഗിയാ. അതെ, നമുക്ക് ഇത്ര ആഗ്രഹമൊന്നുമില്ല. നമുക്ക് 18-ാം തീയതി മോഹൻലാൽ ലാലേട്ടൻ ഇവിടെ വരുന്നുണ്ട്. ലാലേട്ടൻ ഏത് ഡ്രസ്സ് ഇട്ട് വരണമെന്ന് സാറിന്റെ ഒരു ആഗ്രഹം? അങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹം എന്താ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അതും, പിന്നെ കുട്ടികളെ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ വേണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് വൈറ്റ് ഡ്രസ്സ്, മുണ്ടോ ഷർട്ടോ പാൻറ്റോ? മുണ്ട്. അതാണ് ആഗ്രഹിക്കുന്നത്. ലാലേട്ടൻ ഷർട്ടും മുണ്ടും. ലാലേട്ടൻ എന്തിട്ടാലും നമുക്ക് വളരെ ഭംഗിയാണല്ലോ കാണാൻ. ഏതായാലും ഷർട്ടും മുണ്ടും. ബ്ലാക്ക് ഷർട്ട്, പിന്നെ മുണ്ട്, ചുവന്ന ഷർട്ട്, ഷർട്ടും മുണ്ടും. ചുവന്ന ഷർട്ടും മുണ്ടും. റോസ് കളറാണ് എനിക്കിഷ്ടം. റോസ് കളർ ഷർട്ടും മുണ്ടും ആണോ പാൻറ്റും ഷർട്ടും ആണോ? ഷർട്ടും മുണ്ട് ലാലേട്ടൻ ഇഷ്ടം. അതല്ലേ, ഷർട്ടും മുണ്ടും ഇട്ട് വരണമെന്നാ ചേട്ടൻ പറഞ്ഞാൽ. ഷർട്ടും മുണ്ടും എടുത്ത് ലാലേട്ടൻ വരണം. നമുക്ക് കാണാൻ 18-ാം തീയതി എങ്ങനെയാ വരുന്നത്. ഓക്കെ, മുണ്ട് ഷർട്ട് ആയിക്കോട്ടെ. മുണ്ടും ഷർട്ടും ആയിക്കോട്ടെ, ഇഷ്ടമുള്ള ഇട്ടോട്ടെ. ഇഷ്ടമുള്ള, നമ്മളങ്ങനെ പറയുന്നില്ല. എന്താണോ? മുണ്ടും ജുബ്ബ ഇവിടെ. മുണ്ടും ഷർട്ടും. എങ്കിലും നമ്മുടെ മനസ്സിലൊരാഗ്രഹം ഷർട്ടും മുണ്ടും. മുണ്ടും ഷർട്ടും. മോക്കെന്താ ആഗ്രഹം? മുണ്ട് ഷർട്ടും. അതാണ് ആഗ്രഹം. ലാലേട്ടൻ വരുമ്പം എന്ത് ഡ്രസ് ഇട്ട് വന്നെന്ന് ആഗ്രഹം? ലാലേട്ടൻ നല്ല കസവിന്റെ മുണ്ടും ഒരു ലോങ് ജുബ്ബയും. പൊരിക്കും. നല്ലൊരു ഫോട്ടോയോ ഒന്നാം പേജിൽ ഒരു ഫുൾ ഫിഗർ ഫോട്ടോ. മാതൃഭൂമിയിൽ 1-ാം പേജിൽ നിന്റെ ആ ഫോട്ടോ അങ്ങ് വരണം. ഷർട്ടും മുണ്ടും. അല്ലേ, കേരള ഡ്രസ്സായിരിക്കും. കേരള ഡ്രസ്. മുണ്ടും ഇത് അവനാണ് സാധ്യത. മുണ്ടും ഷർട്ടോ, മുണ്ടും ജുബ്ബയോ? ഷർട്ട് അല്ലെങ്കിൽ ജുബ്ബ. സാറിന്റെയോ? പാന്റും വൈറ്റ് ഷർട്ടും. പാന്റും വൈറ്റ് ഷർട്ടും. മുണ്ടും ഷർട്ടും. മോഹൻലാൽ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം ചോപ്പ്, അതായത് ചോപ്പെന്ന് പറഞ്ഞാൽ അത്ര നല്ല ചോപ്പില്ല, ഡാർക്ക് കളർ ചോപ്പ് ഇട്ട് ഒരു 5 ആളൊരു അടിപൊളി ഒരു തോന്നിയിട്ട് എനിക്ക് കണ്ടിട്ട്. അതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഞാൻ വരും ചെയ്യും, കാണാൻ വരും. ചന്ദന കളർ ഷർട്ടും മുണ്ടാവും. പുള്ളി വന്നാൽ തന്നെ കളറല്ലേ, അതിനപ്പുറത്തേക്ക് കളർ ഇല്ലല്ലോ അല്ലേ? അപ്പൊ ലാലേട്ടൻ ഇവരുടെ അഭിപ്രായം അതാണ്. ഇവര് വന്നാൽ തന്നെ കളർ, ലാലേട്ടൻ വന്നാൽ തന്നെ കളറാ. ലാലേട്ടൻ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് വരണം, കാണാൻ വേണ്ടി പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ് അല്ലേ? ലാലേട്ടൻ വെള്ളമുണ്ടും ഷർട്ടും. അങ്ങനെയായിരിക്കും നമ്മുടെ ആഗ്രഹം. നമുക്ക് കാത്തിരുന്നാണ്. ജുബ്ബയും മുണ്ടും നോക്കണം നമുക്ക്. ഓക്കെ, എനിക്ക് തോന്നണം മറ്റേ ജുബ്ബ മുണ്ട് ആ ഒരു സ്റ്റൈലായിരിക്കും പിടിക്കണം. ആ സ്റ്റൈലായിരിക്കും. എങ്ങനെ ഇട്ടിട്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല. ലാലേട്ടൻ വന്നാൽ മതി, നമുക്ക് കണ്ടാൽ മതി. ലാലേട്ടൻ 18-ാം തീയതി ഒരു അതിന് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ട്രയൽ അടിക്കുക.
അല്ല പിന്നെ നോക്കിയ പൊളിച്ച്. അതിന് അങ്ങനെ തോന്നാൻ ഒരു കാരണം? ഇത് പുതിയ തലമുറയല്ലേ, ആ പുതിയ തലമുറയോടൊപ്പം കൂടാന്ന് വെച്ച്. അതല്ലേ. 18-ാം തീയതി മോഹൻലാൽ വരുവാണ്, ലാലേട്ടൻ വരുവാണ്. ലാലേട്ടൻ വരുമ്പോൾ എന്ത് ഡ്രസ്സായിരിക്കും എന്നാണ് പ്രതീക്ഷ? ജൂബയും കൈത്തരിമുണ്ടും. കൈത്തറിമുണ്ട്. ജീവൻകുട്ടി അണ്ണൻ പറഞ്ഞ അത് തന്നെ. അണ്ണൻ പറഞ്ഞതിനപ്പുറത്തേക്കില്ല. അണ്ണൻ പറഞ്ഞതിനപ്പുറത്തില്ല. അണ്ണൻ പറഞ്ഞില്ല. ലാലേട്ടൻ 18-ാം തീയതി വരുന്നുണ്ട്. ലാലേട്ടൻ എന്ത് ഡ്രസ്സായിരിക്കും, എന്ത് ഡ്രസ്സ് ഇടണമെന്ന് ആഗ്രഹം കളക്ടറിന്റെ? അദ്ദേഹവും ഒരു 25 വർഷം പഴക്കമുള്ള ഡ്രസ്സ് എന്തെങ്കിലും ഇട്ടാൽ കൊള്ളാമായിരുന്നു. അത് പൊള്ളിയാണ് കേട്ടോ. ഞാൻ ഇതുവഴി അഭ്യർത്ഥിക്കട്ടെ മോഹൻലാലിനോട്. യെസ്, അപ്പോൾ എന്തെങ്കിലും ഇവിടെ സ്വാപ്പ് ഷോപ്പുകളുണ്ട്. അദ്ദേഹം ഇവിടെ വന്ന് സ്വാപ്പ് ഷോപ്പിൽ നിന്ന് ഒരു ഡ്രസ്സ് എടുത്ത് ധരിച്ചാൽ വളരെ രസമായിരിക്കും. അപ്പോൾ ലാലേട്ട, ഞാൻ കുറേ ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, കളക്ടർ ഉൾപ്പെടെ മന്ത്രി ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ 18-ാം തീയതി വരുമ്പോൾ എന്ത് ഡ്രസ്സാണെന്ന് കാത്തിരിക്കുകയാണ് ഞങ്ങളെല്ലാം. അപ്പം 18-ാം തീയതി കാണാം. ഓക്കെ. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.